എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി റീഡേഴ്സ് കോർണറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ സംസാരിച്ചത് അബണ്ടൻസ് മൈൻഡ് സെറ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നാണ്. ഈ ഒരു എപ്പിസോഡ് എങ്ങനെ തുടങ്ങണമെന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന ഒരു കോട്ടുണ്ട്. അത് പ്രശസ്തനായ ഒരു എഴുത്തുകാരൻ സ്റ്റീഫൻ കോൺവേയുടെയാണ്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: സാമ്പത്തിക ഭദ്രത അഥവാ ഇക്കോണമിക് സെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ജോലിയിലല്ല ഇരിക്കുന്നത്. അത് പുതുതായുള്ള വിവരങ്ങൾ പഠിക്കാനും പുതിയ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാനും ചിന്തിക്കാനും പുതിയ സാഹചര്യങ്ങളോട് അഡാപ്റ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവിനെയാണ്. എബിലിറ്റി ടു ലേൺ, ടു പ്രൊഡ്യൂസ്, ടു ക്രിയേറ്റ് ആൻഡ് ടു അഡാപ്റ്റ്. അതാണ് യഥാർത്ഥത്തിൽ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്. അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ള വ്യക്തികളുടെ പ്രത്യേകതയായി പറയപ്പെടുന്ന ഒന്നാമത്തെ ലക്ഷണമാണ് ഒപ്റ്റിമിസം അഥവാ ശുഭാപ്തി വിശ്വാസം. ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട്, എ ഗ്ലാസ് ഹാഫ് ഫുൾ മെൻറ്റാലിറ്റി. അതായത് പലതരത്തിലുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ടല്ലോ. ഒരു ഗ്ലാസ്സിൽ പകുതി വെള്ളമാണുള്ളതെങ്കിൽ രണ്ട് രീതിയിൽ ചിന്തിക്കാം. പകുതി വെള്ളമുണ്ടല്ലോ എന്ന് ചിന്തിക്കാം. അവിടെയാണ് ശുഭാപ്തി വിശ്വാസം. എന്നാൽ ചില മനുഷ്യർ, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെയുള്ള സ്കേഴ്സിറ്റി മൈൻഡ് സെറ്റുള്ള നെഗറ്റീവ് മൈൻഡ് സെറ്റുള്ള ആളുകൾക്ക് ആദ്യം അതിൽ ശ്രദ്ധപ്പെടുന്നത് ഇതിൽ പകുതി വെള്ളമേ ഉള്ളൂ, പകുതി ഗ്ലാസ് വെള്ളമേ ഉള്ളൂ എന്ന ചിന്താഗതിയാണ്. ഇതാണ് രണ്ട് വ്യക്തികളെയും വ്യത്യസ്തരാക്കുന്നത്. രണ്ടാമത്തെ പ്രത്യേകത ഗ്രാറ്റിറ്റ്യൂഡ്. എന്തിനോടും നന്ദിയുള്ളവരായിരിക്കും. ലഭിച്ച ഓരോ ചെറിയ വലിയ നേട്ടങ്ങൾക്കും എപ്പോഴും നന്ദിയും കടപ്പാടും യൂണിവേഴ്സിനോട് ഉള്ളവരായിരിക്കും. ജനറോസിറ്റി, ഭയങ്കര ഉദാര മനസ്കതയുള്ളവരായിരിക്കും അവർ. അതായത് അവർക്ക് തങ്ങളുടെ അറിവ്, സ്നേഹം, കെയർ, റിസോഴ്സുകൾ ഇവയൊന്നും മറ്റൊരാളുമായി പങ്കുവെക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവരായിരിക്കില്ല. അവർ ഏറ്റവും സന്തോഷത്തോടു കൂടി പങ്കിടുന്നവരായിരിക്കും. നമ്മൾ പൊതുവേ പറയും നമ്മളെപ്പോഴും ഗിവേഴ്സ് ആയിരിക്കണമെന്ന്. നൽകാൻ മനസ്സുള്ള വ്യക്തികളായിരിക്കണം. അതും പൂർണ്ണമായ മനസ്സോടുകൂടി നൽകാൻ ഉള്ള ഒരു വ്യക്തിത്വമാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, എനിക്ക് നാളെ മുതൽ അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യണം, അതുകൊണ്ട് ഞാൻ ഇന്ന് മുതൽ കൊടുക്കാൻ തുടങ്ങുന്നു എന്നുള്ളതല്ല അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഉള്ളിൽ തട്ടി നൽകാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം. മുമ്പൊക്കെ നല്ല സുഹൃത്തുക്കൾ ആരാണെന്ന് ചോദിച്ചാൽ പറഞ്ഞിരുന്നത് നിങ്ങളുടെ ആപത് കാലഘട്ടത്തിൽ നിങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നാണ്. എന്നാൽ യഥാർത്ഥ സുഹൃത്ത് നിങ്ങളുടെ സന്തോഷത്തിൽ നിങ്ങളെപ്പോലെ തന്നെ ആനന്ദിക്കുന്നവരായിരിക്കും. പലപ്പോഴും നമ്മുടെ സുഹൃത്ത് ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നതും ഈ ഒരു സന്ദർഭത്തിലാണ്. നിങ്ങൾ എത്രത്തോളം സന്തോഷിക്കുന്നുവോ അത്രത്തോളം ആത്മാർത്ഥമായി നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് കാര്യം. മൂന്നാമത്തെ ക്വാളിറ്റിയായി പറയുന്നത് ഇത് തന്നെയാണ്. മറ്റുള്ളവരുടെ വിജയങ്ങളിൽ ആത്മാർത്ഥമായി മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കാനുള്ള മൈൻഡ് സെറ്റ്. പലപ്പോഴും നമ്മുടെ അയൽക്കാരനോ സുഹൃത്തുക്കൾക്കോ ഒരു ജോലിയിൽ പ്രമോഷനോ സാലറി ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ അവർ പുതിയൊരു വാഹനമോ വൈവാഹിക ജീവിതമോ ഒക്കെ കൈവരിക്കുമ്പോൾ നിങ്ങളെക്കാൾ മെച്ചപ്പെട്ടു എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഉണ്ടാകുന്നത് അസൂയ ആണ്. ചിലപ്പോഴൊക്കെ സ്നേഹിതർ ശത്രുക്കളുമായി മാറും. പക്ഷേ യഥാർത്ഥമായി അബണ്ടൻസ് മൈൻഡ് സെറ്റുള്ള ഒരു വ്യക്തിക്ക് യൂണിവേഴ്സിൽ വിശ്വാസമുണ്ട്. എനിക്ക് വരാനുള്ളത് മറ്റൊന്നിനും എടുത്തുകൊണ്ട് പോകുവാൻ സാധിക്കുകയില്ല. ഈ ഭൂമിയിൽ, ഈ യൂണിവേഴ്സിൽ എല്ലാവർക്കും വേണ്ടുന്ന റിസോഴ്സുകളുണ്ട്. അങ്ങനെ ചിന്തിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ തന്നെപ്പോലെ തന്നെ തൻ്റെ അയൽക്കാരൻ്റെ, തൻ്റെ സുഹൃത്തിൻ്റെ, തൻ്റെ ശത്രുവിൻ്റെ പോലും വിജയത്തിൽ ആനന്ദിക്കുവാൻ സാധിക്കുകയുള്ളൂ. നാലാമതായി അബണ്ടൻസ് മൈൻഡ് സെറ്റുള്ള വ്യക്തികളിൽ കാണുന്ന ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ, പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കുവാൻ അവർ കാണിക്കുന്ന ധൈര്യം. ഒന്നും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടമല്ല, കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ് എന്ന് പറയും. റിസ്ക് എടുക്കാനും പുതിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കുവാനുമുള്ള മൈൻഡ് സെറ്റ്. ഈ അടുത്ത കാലത്തായി നിങ്ങൾ പുതിയ സംരംഭകരെയൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും ന്യൂസിൻ്റെ തലക്കെട്ടിൽ വരുന്നത് ഇങ്ങനെയാണ്: വലിയ കോർപ്പറേറ്റ് ജോലി ഉപേക്ഷിച്ച് ഒരു ബിസിനസ് സ്വന്തമായി തുടങ്ങുന്നു, വൻ വിജയം അവർ കൈവരിക്കുന്നു. ഈ തരത്തിൽ പല ആളുകളെയും നമുക്ക് ഈ അടുത്ത കാലത്തായി കാണാൻ സാധിക്കും. പുതിയതായൊന്ന് തുടങ്ങുവാൻ, പുതിയതായ പരീക്ഷണങ്ങൾ നടത്തുവാനുള്ള ഒരു മനധൈര്യം.
അഞ്ചാമതായി അബണ്ടൻസ് മൈൻഡ് സെറ്റ് ഉള്ള ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് അവരെപ്പോഴും തന്നെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അവർ ഒരിക്കലും മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയാലുക്കളായിരിക്കില്ല എന്നതോടൊപ്പം തന്നെ എൻ്റെ കഴിവുകളെ എങ്ങനെ മെച്ചപ്പെടുത്താം, ഓരോ ദിവസവും എങ്ങനെ എന്നെ തേച്ചു മിനുക്കി ഏറ്റവും മികച്ച ഒരു വ്യക്തിയാക്കി മാറ്റാം. അതിനാദ്യം നമുക്ക് വേണ്ടത് സെൽഫ് റിഫ്ലക്ഷനാണ്. സെൽഫ് അവെയർനെസ്, ഇൻസൈറ്റ് എന്നൊക്കെ പറയുന്നത് നമ്മളെപ്പോഴും മറ്റുള്ളവരെ പറ്റി വളരെ ക്രിട്ടിക്കലാണ്. മറ്റൊരാളുടെ കുറവുകൾ കണ്ടെത്താൻ നമുക്ക് വളരെ വ്യഗ്രതയുണ്ട്. എന്നാൽ സ്വന്തം കുറവുകളെ കണ്ടെത്തി അതിനെ അനലൈസ് ചെയ്ത് അതിനെ മെച്ചപ്പെടുത്താൻ എന്ത് സ്കില്ലാണ് ഞാൻ ലേൺ ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അതിലേക്കായി വർക്ക് ചെയ്യുക. ഓരോ ദിവസവും തന്നെ മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. ഈ അടുത്തായി ഞാൻ കേട്ടൊരു വാചകമാണ്, ഒരു ഇൻ്റർവ്യൂവിൽ കേട്ടൊരു വാചകമാണ്. നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത് നമ്മളുടെ പാസ്റ്റിനെ പറ്റി ആലോചിച്ചും നമുക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നത് നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കുമ്പോഴുമാണ്. അപ്പോൾ പ്രസൻറ്റിലായിരിക്കുക, ഇന്നിലായിരിക്കുക എന്നതാണ് ഏറ്റവും അനുയോജ്യമായ സൊല്യൂഷൻ. ഇന്ന് നിങ്ങൾക്ക് എന്താണുള്ളത് അതിൽ തൃപ്തനാവുക. അതിനർത്ഥം പരിശ്രമിക്കാതിരിക്കുക എന്നല്ല. നിങ്ങൾക്ക് ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് കനിഞ്ഞു നൽകിയിരിക്കുന്ന എല്ലാ ബ്ലെസ്സിങ്സിനോടും ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. ഇന്നിൽ ജീവിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അനാവശ്യമായ ഭയങ്ങളിലേക്കോ ഉത്കണ്ഠയിലേക്കോ പോവുകയില്ല. ഇങ്ങനൊരു സേയിങ് ഉണ്ട്, എ പ്രസൻറ്റ് മൈൻഡ് ഈസ് എ കാം മൈൻഡ്, എ കാം മൈൻഡ് ഈസ് എ ഡിസൈസീവ് മൈൻഡ്. നമുക്ക് ഏറ്റവും മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നത് മനസ്സ് ശാന്തമായിരിക്കുമ്പോഴാണ്. മനസ്സ് ഏറ്റവും ശാന്തമായിരിക്കുന്നത് ഈ നിമിഷത്തിലാണ്. ഈ നിമിഷത്തിൽ ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അടുത്ത ഒരു എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ നന്ദി.